സുഹൃത്തുക്കളെ, അമേരിക്കയുടെ താരിഫ് തീരുമാനം ഇപ്പോൾ തന്നെ അവരുടെ സ്വന്തം സമ്പദ് വ്യവസ്ഥക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്, ജോബ് ലോസുകൾ വർദ്ധിക്കുന്നു, GDP ഗ്രോത്ത് സ്ലോ ഡൗൺ ആയി, നിരക്ക് കുറയ്ക്കാൻ അവർ പാടുപെടുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്കൻ ജനങ്ങൾ തന്നെ താരിഫിനെതിരെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അവസാനം അമേരിക്ക തന്നെ മനസ്സിലാക്കി തുടങ്ങുകയാണ് അവർ എടുത്ത താരിഫ് നിലനിർത്താനാവില്ല എന്ന്. കാരണം ആർക്കാണ് ബാധിക്കുന്നത്? അവരുടെ സ്വന്തം ജനങ്ങൾക്കാണ്. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഇപ്പോഴത് വില കൂടിയിട്ടുമുണ്ട്. അതോടെ ഇൻഫ്ലേഷൻ കൂടി. പക്ഷേ സുഹൃത്തുക്കളെ, ഇന്ത്യ ഇതിനോടകം തന്നെ ബാക്കപ്പ് പ്ലാൻ റെഡിയാക്കിയിട്ടുമുണ്ട്. UK-യുമായും 4 യൂറോപ്യൻ രാജ്യങ്ങളുമായും പുതിയ കരാറ്, റഷ്യ, ചൈന, ജപ്പാൻ ഒത്തുചേരൽ കൂടി വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ, ഇന്ത്യ, ചൈന കോ ഓപ്പറേഷൻ ഭാവിയിൽ ഭയങ്കര ശക്തിയാകും. അതുമല്ലാതെ നമ്മുടെ വലിയ ശക്തി ആഭ്യന്തര ഡിമാൻഡാണ്. GST സ്ലാബുകൾ കുറയ്ക്കാനാണ് ഒരുങ്ങുന്നത്. വില കുറയുമ്പോൾ നമ്മുടെ പ്രൈസ് സെൻസിറ്റീവ് കുറയും. ജനങ്ങൾക്ക് എങ്ങനെ വാങ്ങാൻ ഇരിക്കാതെ കഴിയും? അവിടെ നിന്ന് GDP ഗ്രോത്ത്, ജോബ് ഗ്രോത്ത്, ടാക്സ് കളക്ഷൻ ഗ്രോത്ത് ഇവയെല്ലാം ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കോവിഡ്, റഷ്യ ഉക്രൈൻ വാർ, മറ്റു യുദ്ധങ്ങൾ, ആഗോള സ്ലോ ഡൗൺ. എങ്കിലും നമ്മുടെ ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മേജർ എക്കണോമിയായി. അതിന് പിന്നാലെ നമ്മുടെ സർക്കാരിൻ്റെ നയങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ നേതൃത്വം ലോകം തന്നെ അംഗീകരിക്കുന്നു. ശരി, കൃത്യമായി പ്രൊജക്ഷൻ നൽകി പറയാം. ഷോർട്ട് ടൈം, അടുത്ത ക്വാർട്ടറിൽ GDP ഗ്രോത്ത് കുറച്ച് താഴ്ന്നേക്കാം. 0.3% മുതൽ 0.4% വരെ. സെക്കൻഡ് ക്വാർട്ടർ മുതൽ റിക്കവറി തുടങ്ങും. 2026 മാർച്ചോടെ എല്ലാം ന്യൂട്രലൈസ് ആവും. റാദർ ഗ്രോത്തും ഉണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ, നവരാത്രി, ദീപാവലി ഇവയെല്ലാം കൺസപ്ഷൻ ബൂമിംഗ് ഉണ്ടാക്കും. ഉദാഹരണം, ഏപ്രിൽ ജൂൺ പോലുള്ള ലോ സീസൺ പോലും GST കളക്ഷൻ 2.36 ലക്ഷം കോടി കടന്നു. ഫെസ്റ്റിവൽ സീസൺ ആയാൽ 2.5 ലക്ഷം കോടി എളുപ്പം കടക്കും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അമേരിക്കയുടെ താരിഫ് ഷോർട്ട് ടൈം ഒരു ഷോക്ക് നൽകിയേക്കാം. ഇന്ത്യക്ക് ഇത് വലിയൊരു അവസരമായി മാറും. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഡൈവേഴ്സിഫൈഡ് എക്സ്പോർട്ട് നടത്താം. ഡൊമസ്റ്റിക് ഡിമാൻഡ് കൂടും. സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ടാകും. ഇന്ത്യ വിൽ റൈസ് സ്ട്രോങ്ങർ. ഇതാണ് എൻ്റെ ഇന്നത്തെ അനലൈസ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ത്യ അൺസ്റ്റോപ്പബിൾ.